എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മുരിങ്ങയില. ഈ ഇലയെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രമാത്രം ഗുണമുള്ള ഇലയാണ് മുരിങ്ങയില. നമ്മുടെ കാഴ്ചശക്തിക്ക് ആരോഗ്യപരമായ എല്ലാ കാര്യത്തിനും ഏറ്റവും നല്ലതാണ്. മുരിങ്ങയുടെ കാര്യമാണെങ്കിലോ, മുരിങ്ങയുടെ പൂവ്, കായ ഇതെല്ലാം വളരെ ഗുണമുള്ള ഔഷധ മൂല്യമുള്ളതാണ്. ഇന്ന് ഞാൻ എങ്ങനെയാണ് മുരിങ്ങയില വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മുരിങ്ങയില നന്നായിട്ട് നോക്കിയെടുക്കണം. അതിനകത്ത് പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കണം. ഞാൻ ഉപ്പ് വെള്ളത്തിലാണ് ഈ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നല്ലപോലെ കഴുകി നോക്കി എടുത്ത് ഞാൻ ഓരോ ഇതളായിട്ട് ഇങ്ങനെ പറിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ആദ്യം ഇടുവാണേ. നമ്മൾ ഈ ഇല കൂട്ടിപ്പിടിച്ച് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണേ. പക്ഷെ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം അതിൻ്റെ കൂടെ കൂട്ടി എടുത്ത് അരിയാം. നമ്മളിനി എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയ്ക്കുള്ള തേങ്ങ ആവശ്യത്തിന്. ഞാൻ ഈ മുരിങ്ങയിലയ്ക്കുണ്ടല്ലോ തീരെ കുറച്ച് തേങ്ങ ഉപയോഗിക്കുള്ളേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലയുടെ ആ ടേസ്റ്റ് ആയിരിക്കണം മുന്നേ വരേണ്ടത്, തേങ്ങയുടെ ടേസ്റ്റ് അല്ല മുന്നേ വരേണ്ടത്. അതുകൊണ്ട് കുറച്ച് തേങ്ങ. മുരിങ്ങയിലയ്ക്ക് ആവശ്യമായ ചേരുവകൾ: കുറച്ച് തേങ്ങ, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നത്, പച്ചമുളകല്ല മുരിങ്ങയിലയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും. മഞ്ഞൾപ്പൊടി ശകലം കൂടുതലുള്ളത് നല്ലതാണ് ഇലക്കറികൾക്ക്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ചേരുവകൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് ഒറ്റ ചതച്ചെടുക്കാം. നമുക്കിനി പാൻ നമ്മൾ ഗ്യാസിൽ വെച്ചു, അത് കത്തിച്ചു. പാൻ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് 1/4 സ്പൂൺ കടുക്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പില, അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക് എന്നിവയാണ് അതിനകത്തേക്ക് ഇടുന്നത്. നമ്മൾ ചതയ്ക്കാൻ നേരത്ത് ഉള്ളി ഞാനെടുത്ത് ചതച്ചിട്ടില്ല. മുരിങ്ങയിലയ്ക്ക് ചേർക്കുമ്പോൾ ഞാൻ ഉള്ളി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിയുടെ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത് മുരിങ്ങ ഇലയുടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് ചതയ്ക്കാറുള്ളത്. കടുക് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. ഉള്ളി അരിഞ്ഞ് ഇതൊരു യെല്ലോ കളറായതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന യെല്ലോ കളറായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. ഇതാണ് ഏറ്റവും സിമ്പിളാണ് ഈ ഇലക്കറികൾ. ഈ മുരിങ്ങയുടെ എളുപ്പമാണ്, എല്ലാ ഇലയും എളുപ്പമാണ്. എങ്കിൽ പോലും മുരിങ്ങയുടെ വളരെ എളുപ്പമാണ്. അതിൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില നമ്മൾ അതിനകത്തേക്ക് ഇടുവാണേ.
കൂടി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് പലർക്കും പല രീതിയാണ്. കുറച്ച് കണ്ടവരുണ്ട്, അതനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കുറച്ച് ഇങ്ങനെ ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന അടപ്പ് മൂടി തുറന്ന് ഇന്നത്തെ ആവിയൊക്കെ നന്നായിട്ട് വന്നു. ഒന്നും കൂടെ അത് ഇളക്കി ചേരുവകളെല്ലാം നന്നായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. നമ്മൾ കുറച്ച് തേങ്ങയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോഴത്തേനും നന്നായി മിക്സ് ചെയ്യുന്നതാണ് വീണ്ടും നമുക്ക് മൂടി നമ്മൾ മൂടി തുറന്ന് നോക്കി. ഇത് മുരിങ്ങയിലത്തോരൻ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലത്തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കണം. അങ്ങനെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ്. മുരിങ്ങയില ഇലക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. താങ്ക് യു. വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി കാണാം.